നാട്ടിലെ കുറച്ച് ദിവസം ആഘോഷത്തിന് ശേഷം ഞങ്ങൾ വയനാട്ടിലേക്ക് പോവാന്നേ. നാട്ടിലെത്തുന്ന വീഡിയോ വിശേഷം കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്നും കയറി കാണണേ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളിപ്പോൾ ട്രിവാൻഡ്രം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാട്ടോ ഉള്ളത്. പപ്പയും അമ്മയും അനിയനും ഒക്കെ ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടി വന്നേക്കും കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ ഞങ്ങൾ രാത്രിയിലത്തെ ഷിഫ്റ്റിലാട്ടോ ബസ് ബുക്ക് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രിയിലത്തെ നമ്മൾ ഷിഫ്റ്റ് നമ്മൾ ബസ് ബുക്ക് ചെയ്യുമ്പോൾ രാത്രി നമ്മൾ കിടന്നുറങ്ങിയിട്ട് പകൽ നമുക്ക് സ്ഥലത്തെത്താം കേട്ടോ. ബസ്സിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ബസ് എത്തിന്ന് മെസ്സേജ് വന്നിട്ട് അപ്പോൾ തന്നെ ഞങ്ങൾ വേഗം പോയി വാഷ്റൂമിലൊക്കെ പോയിട്ട് വേഗം വന്നിട്ടുണ്ട്. ഈ ബസ്സാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ പപ്പയും അമ്മയും അനിയനൊക്കെ ഞങ്ങളെ ടാറ്റ പറഞ്ഞ് ബൈ ബൈ പറഞ്ഞ് ഇടുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ പോയി നാട്ടിലേക്ക് പോകാൻ നേരത്തുള്ളൊരു സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലും അന്നല്ല കേട്ടോ തിരിച്ച് ഞാൻ പോകുന്നത്. കണ്ണൊക്കെ നിറഞ്ഞിട്ട് എന്തോ ആ ഫീലിൽ പറയാൻ പറ്റില്ല. സ്വന്തം വീട്ടിൽ പോയിട്ട് നമ്മുടെ ഫാമിലിയൊക്കെ കണ്ട് കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് തിരിച്ച് നമുക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോന്നിട്ട് ഭയങ്കര ഒരു വിഷമമായിരിക്കും അല്ലേ. അടുത്തൊക്കെ കല്യാണം കഴിച്ച് പോയപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നും വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. അതായത് ഞാൻ ട്രിവാൻഡ്രം വയനാടുമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ദൂരം ഉണ്ട്. എപ്പോഴും പോയി വരാനൊന്നും പറ്റത്തില്ല. എന്തെങ്കിലും ഒരു വിശേഷ ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ മാത്രമേ പോയി വരാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ട്രാവൽ ഇല്ല. അതായത് രാത്രി കയറി രാവിലെ എത്താൻ പറ്റത്തുള്ളൂ. അത്രയും ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലോ എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ മാത്രമേ നാട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. നാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിട്ട് പരുത്തിപ്പാറ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പരുത്തിപ്പാറ നല്ല അടിപൊളി തട്ടുദോശ കിട്ടും കേട്ടോ. നമ്മളെ ട്രിവാൻഡ്രംകാരുടെ ഒരു വികാരമാണ് തട്ടുദോശ എന്ന് പറയുന്നത്. ഞങ്ങൾ മിക്ക ദിവസവും രാത്രി തട്ടുദോശ ഇവിടെ നാട്ടിൽ കഴിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ട്രിവാൻഡ്രംകാർക്കും ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് രാത്രി നൈറ്റ് നമുക്ക് തട്ടുദോശ കഴിക്കുന്നുള്ളത്. ഈ പരുത്തിപ്പാറ സൈഡിലാണെങ്കിൽ നല്ല അടിപൊളി തട്ടുദോശ കറിയൊക്കെ കിട്ടും കേട്ടോ. സത്യം പറഞ്ഞാൽ പപ്പ ഞങ്ങൾക്ക് അന്നും ഇന്നും തട്ടുദോശ മേടിച്ചിരുന്ന ഒരു സ്ഥിരം സ്പോട്ടാട്ടോ ഈ പരുത്തിപ്പാറ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം ഇച്ചയും ഞങ്ങളൊക്കെ ഒരുമിച്ച് ഇവിടെ നിന്നാട്ടോ മിക്കപ്പോഴും ഞങ്ങൾ തട്ടുദോശ കഴിക്കാൻ വേണ്ടി പോകുന്നത്. വയനാട്ടിൽ വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തും നമ്മുടെ ഈ തട്ടുദോശ കേട്ടോ. തട്ടുദോശ എന്ന് പറയുമ്പോൾ എനിക്ക് 100 ലാവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണേ. തട്ടുദോശ കഴിക്കുന്ന പോലെ തന്നെ പരുത്തിപ്പാറ കിട്ടുന്ന വേറൊരു കിടിലൻ സാധനം കേട്ടോ നമ്മുടെ പാനിപൂരി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ദൂരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വയനാട്ടിലെത്തിയിട്ടില്ല, നമ്മുടെ ചുരം കയറുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് നല്ല മഞ്ഞാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. രാത്രി നമ്മൾ ബസ് ബുക്ക് ചെയ്താലുള്ള ഗുണം ഇതാട്ടോ. അതായത് നമ്മൾ രാത്രി ബസ് ബുക്ക് ചെയ്താൽ നമുക്ക് കിടന്നുറങ്ങാം. രാവിലെ ആകുമ്പോൾ നമുക്ക് എണീറ്റാൽ മതിയേ. രാവിലെ കണ്ണൊക്കെ തുറന്ന് എണീറ്റപ്പോഴാട്ടോ പറഞ്ഞത് നമ്മൾ വയനാട്ടിലെത്തിയത്. സമയം നോക്കിയപ്പോൾ ഏകദേശം 6:30 മണിയൊക്കെ ആയി കേട്ടോ. 6:30 മണിയൊക്കെ ആയെങ്കിലും വലിയ വെട്ടം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഫോണിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഫോണിൽ കാണുന്നൊരു വെട്ടമാണ്. പക്ഷെ അല്ലാണ്ട് നമുക്ക് നേരിട്ട് കാണാൻ ഇത്ര പോലും വെട്ടമില്ല. കാരണം എന്നാന്ന് വെച്ചാൽ ഫുള്ള് കോട മൂടി കിടക്കുവാണേ. ചുരത്തിൻ്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പുമാണ്. അതുപോലെ തന്നെ കോട നിറഞ്ഞ് ഫുള്ള് എല്ലാം മാഞ്ഞ് കിടക്കുന്ന പോലെ എല്ലാം കാണുന്നത്. നമുക്ക് ഈ വണ്ടിയൊക്കെ പോകുന്നത് തന്നെ ഹെഡ്ലൈറ്റ് കാണുമ്പോഴായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഈ വണ്ടിയൊക്കെ പാസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നല്ല ഭയങ്കര തണുപ്പുമാണ് കേട്ടോ. അതായത് നമ്മൾ ഫ്രീസ് ആവുന്ന പോലത്തെ തണുപ്പാട്ടോ. നമ്മളിപ്പം ബസ്സിൽ ഫുള്ള് ഗ്ലാസ്സൊക്കെ അടച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഉള്ളിൽ നല്ലോണം തണുപ്പാണ്. ഞങ്ങൾ രണ്ടുപേരും നല്ല സ്വെറ്ററൊക്കെ ഇട്ട് ഇങ്ങനെ ഒട്ടും തണുപ്പടിക്കാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് പോലും നമുക്ക് നന്നായിട്ട് തണുപ്പടിക്കുന്നുണ്ട് കേട്ടോ. ചുരമൊക്കെ കയറി നമ്മൾ വയനാട്ടിലെത്തി. ഇപ്പം നമ്മളത് മാനന്തവാടി ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ. ഇതാട്ടോ നമ്മൾ കാണുന്ന മാനന്തവാടി ബസ് സ്റ്റേഷൻ. ഒത്തിരി പേര് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളത് ഇവിടെ എത്തി അതിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി പോവുക കേട്ടോ. അതിന് മുമ്പ് മുഖമൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ കാണുന്നതാണ് യഥാർത്ഥം ഞാൻ. അതായത് ഓർക്കത്തിൽ നിന്ന് എണീറ്റുള്ള രൂപ കേട്ടോ. ഇത് യാതൊരു മേക്കപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത രൂപ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചായ കുടിച്ച് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ. എല്ലാവർക്കും ബൈ.